ബഷാറുൽ അസദ് സ്ഥാനഭ്രഷ്ടനാക്കപ്പെട്ട സിറിയയിൽ നിന്നും ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇതാ വലിയ കൂട്ടക്കൊലയുടെ വാർത്തകൾ വരികയാണ്. ബഷാറുൽ അസദിനെ പിന്തുണച്ചിരുന്ന വിഭാഗമായ അലവിയ ഗ്രൂപ്പിന് നേരെ HDS അഥവാ സർക്കാർ അനുകൂല വിഭാഗം നടത്തിയ ആക്രമണത്തിൽ ആയിരക്കണക്കിന് ആളുകൾ കൊല്ലപ്പെട്ടു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുൻപ് 2013 ബഷാറുൽ അസദ് നടത്തിയ രാസായുധ ആക്രമണത്തിൽ 1400-ലധികം ആളുകൾ ഒന്നിച്ചു കൊല്ലപ്പെട്ടതാണ് സിറിയയിലെ കൂട്ടക്കുരുതിയുടെ ഭീകരമായ ഒരു മുഖം. എന്നാൽ ഇതിനേക്കാൾ ഉയർന്ന മരണനിരക്ക് ഈ ആക്രമണത്തിൽ രേഖപ്പെടുത്തിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 5 ദിവസമായി സിറിയയിൽ സർക്കാർ അനുകൂലികളും അസദ് അനുകൂലികളും തമ്മിൽ അതിരൂക്ഷമായ സംഘട്ടനമാണ് നടന്നു വരുന്നത്. അസദ് പുറത്താക്കപ്പെട്ട ശേഷം അധികാരത്തിൽ വന്ന ഇടക്കാല പ്രസിഡന്റ് എല്ലാ വിഭാഗം ആളുകളെയും ഉൾക്കൊള്ളുമെന്ന് പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഷിയ ഉപവിഭാഗമായ അലവി ഗ്രൂപ്പിനെതിരെയുള്ള ആക്രമണത്തിൽ ഒരു കുറവും ഇപ്പോഴും ഇല്ല എന്നതാണ് സിറിയയിൽ നിന്നുള്ള വാർത്തകൾ. ബഷാറുൽ അസദും കുടുംബവും ഷിയ ഉപവിഭാഗമായ അലവി വിഭാഗക്കാരാണ്. സിറിയ പിടിച്ചെങ്കിലും സിറിയയിലെ അസദ് സ്വാധീന മേഖലകളിൽ ഇപ്പോഴും സർക്കാർ ഭരണകൂടത്തിന് കടന്നു ചെല്ലാൻ സാധിക്കാത്ത ചില ഇടങ്ങളുണ്ട്. പ്രത്യേകിച്ച് ബഷാറുൽ അസദിന്റെ ജന്മനാടായ കർദയും സമീപ പ്രദേശങ്ങളുമാണ്. ഒപ്പം തീരദേശ നഗരങ്ങളായ ലതാക്കിയയും ടാർട്ടസും പോലെയുള്ള നഗരങ്ങളുമുണ്ട്. അലവിയ വിഭാഗക്കാർ കൂടുതലുള്ള പ്രദേശം കൂടിയാണ് ഈ 3 ഇടങ്ങളും. ഇവിടെ അലവിയൻ വിഭാഗത്തെ തുരത്തി പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുക എന്ന ഉദ്ദേശമാണ് സർക്കാർ സൈന്യത്തിനുള്ളത്. സർക്കാർ സൈന്യത്തിന് പിന്തുണയുമായി തുർക്കിയും രംഗത്തുണ്ട് എന്ന ആരോപണം തുർക്കിയുമായി സംഘർഷത്തിൽ ഏർപ്പെട്ടു വരുന്ന സിറിയൻ കുർദിഷുകളും ഉന്നയിച്ചിട്ടുണ്ട്. തുർക്കിയുടെ സായുധ വിഭാഗമാണ് ഇവർക്ക് ആയുധങ്ങളും അവർക്കുള്ള പരിശീലനങ്ങളും നൽകുന്നത് എന്നുമുള്ള ആരോപണം കുർദിഷുകൾ ഉന്നയിച്ചു. സിറിയൻ അലവിയൻ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ അവരുടെ കേന്ദ്രത്തിനു സമീപം വെച്ച് സർക്കാർ അറസ്റ്റ് ചെയ്തതാണ് പെട്ടെന്നൊരു സംഘർഷം പുറപ്പെടുവാനുള്ള കാരണമായിട്ടുള്ളത്. ലതാക്കിയ നഗരത്തിലാണ് കൂട്ടക്കൊലകൾ ഏറെയും അരങ്ങേറിയത്. ഇരു വിഭാഗത്തോടും ആയുധം താഴെ വെക്കണമെന്ന് ഇടക്കാല സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും അലവികളെ തുരത്തുക എന്നത് ഇടക്കാല സർക്കാരിൻ്റെ കൂടി ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ മറിച്ചൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഈ കൂട്ടക്കൊല തുടരുകയോ അലവികൾ ആയുധം താഴെ വെച്ച് കീഴടങ്ങുകയോ ചെയ്യേണ്ടി വരും. അതേസമയം അലവിയൻ വിഭാഗത്തിന്റെ തിരിച്ചടിയിൽ 150ഓളം സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. അലവികൾക്ക് പിന്തുണയുമായി ഇറാൻ ചാര സംഘടനകളും കുർദിഷ് ഗ്രൂപ്പുകളും രംഗത്തുണ്ട്. അസദ് അനുകൂല വിമതർ സർക്കാർ സ്ഥാപനങ്ങളും ജലവൈദ്യുത സംവിധാനങ്ങളും ആക്രമിച്ചുകൊണ്ടാണ് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്നത്. ലതാക്കിയ, ജബ്ല, ബിനിയാസ് എന്നീ നഗരങ്ങൾക്ക് ചുറ്റുമുള്ള പോരാട്ടത്തിന്റെ തീവ്രത കുറഞ്ഞതായി ഒരു സിറിയൻ സുരക്ഷാ വൃത്തവും വ്യക്തമാക്കി. അതേസമയം ഏകദേശം 5000ഓളം അലവിയകൾ സുരക്ഷ തേടി ഒളിഞ്ഞിരിക്കുന്ന ഒരു പർവ്വതം സർക്കാർ സൈന്യം വളഞ്ഞിരിക്കുകയാണെന്നും ഇവിടെ സംഘട്ടന സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് എന്നും റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. കിട്ടിയ അവസരം മുതലെടുത്ത് സിറിയയിലെ ശേഷിക്കുന്ന സർക്കാർ സൈനിക ഉപകരണങ്ങളും സൈനിക താവളങ്ങൾക്ക് നേരെ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തുകയും ചെയ്തിട്ടുണ്ട്. UN-നോട് അടിയന്തര യോഗം വിളിച്ചു ചേർക്കാൻ റഷ്യയും അമേരിക്കയും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതായിരുന്നാലും ഒരു ഇടവേളയ്ക്ക് ശേഷം സിറിയ വീണ്ടും അശാന്തമാകുന്നു എന്ന വാർത്തകൾ പുറത്തു വരികയാണ്. Way2Nikah.com, the exclusive Muslim matrimonial site.